ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കഞ്ഞിയാണ്. ഇത് മെയിനായിട്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ എലത്തൂര് ഭാഗങ്ങളിൽ കിട്ടുന്ന സുലഭമായിട്ടുള്ള ഒരു കഞ്ഞിയാണ് കോഴിക്കഞ്ഞി അഥവാ ബർമ്മക്കഞ്ഞി. ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒരുപാട് കഥകളും നിറഞ്ഞ ഈ ഒരു കഞ്ഞി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയാണെന്നോ, റൈസും ചിക്കനും തേങ്ങാപ്പാലും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബസ്മതി റൈസ് ഒരു അരക്കപ്പ് എടുത്തിട്ട് കഴുകി മാറ്റി ഊറ്റി വെക്കുക. എന്നിട്ടത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് തന്നെ ബോൺലെസ് ചിക്കൻ ഒരു 250 ഗ്രാമോളം ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ കഷ്ണങ്ങളാകാതെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്കിതിലേക്ക് വെച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതേപോലെ നൈസായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ്, അതായത് 100 ഗ്രാമോളം ക്യാരറ്റും പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2ാം പാലാണ് ആദ്യം യൂസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു തേങ്ങാപ്പാലിൽ വേണം നമ്മളെ റൈസും ചിക്കനും കൂടി വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള അളവിൽ വേണം നമ്മൾ 2ാം പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിക്ക് 1 കപ്പോളം തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് 2 വിസിൽ ഇതേപോലെ വേവിച്ചിട്ട് എടുക്കണം. 2 വിസിലാകുമ്പോഴത്തേന് നമ്മൾ റൈസൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് നല്ല പോലെ ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. അത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളെ ഈ ഒരു റൈസ് നന്നായിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ ഉടഞ്ഞു വരും. ഇനി നമ്മൾ സ്പ്രെഡ് ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഉപ്പും പിന്നെ എരിവും അനുസരിച്ചിട്ട് ഉപ്പും കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ചുകൂടി ആവശ്യമാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കുരുമുളക് ഇത്രയും ആഡ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് എരിവ് വേണ്ടെന്നാണെങ്കിൽ കുരുമുളക് അത്ര ഇടണമെന്നില്ല. ഓക്കെ, ഇനി ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. കാരണം റൈസ് ആയതുകൊണ്ട് തന്നെ പിന്നെ തേങ്ങാപ്പാലായതും കൊണ്ടും പെട്ടെന്ന് അടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 30 ഗ്രാമോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് തികച്ചും ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഇനി അഥവാ ഇത് ഇറക്കി വെക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമില്ല അഥവാ തിക്കായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കാവുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഇത് നോമ്പിന് തയ്യാറാക്കുമ്പോൾ അത്താഴത്തിനേക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈമിലേക്ക് ഇത് ചിലപ്പോൾ കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തും നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ കോഴിക്കഞ്ഞി ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇങ്ങനെ അല്ലെങ്കിലും നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ടേസ്റ്റ് വാസ് ഗുഡ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ പിന്നെ നോമ്പിൻ്റെ പുതിയ പുതിയ വിഭവങ്ങളായിട്ട് കാണും വരെ മാസ്സലാമ.